ഒരു മാസത്തിനിടെ രണ്ടാം തവണയും അമിത്ഷാ കേരളത്തിലുണ്ട്. ഇന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൃത്യമായി തന്നെ കേന്ദ്ര നേതൃത്വം കേരളത്തെ ബി.ജെ.പിയെ കൃത്യമായി വിലയിരുത്തുന്നുണ്ടല്ലോ. അതെ, അമിത്ഷായുടെ വരവ് കേരളത്തിൽ അത് വളരെ നിർണായകമാണ്. നമുക്കറിയാമല്ലോ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ തുടർച്ചയായിട്ട് നരേന്ദ്രമോദി അമിത്ഷായൊക്കെ വന്നുകൊണ്ടിരുന്നവർ. മത്സര രംഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടും മോദി പലവട്ടം വന്നു, അല്ലേ? സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഉൾപ്പെടെ അതൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. മോദി വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഇളക്കം, ആവേശം, ഇതൊക്കെ വോട്ടാക്കി മാറ്റാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അമിത്ഷായുടെ വരവിലും അതുണ്ട്. മോദി വരും, അതിൻ്റെ ഒരു സമയമാകുന്നതല്ലേ ഉള്ളൂ. ഇത് കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തു പോകാൻ ഇപ്പോൾ വന്നിരിക്കുന്നതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വന്നിട്ട് 100 ദിന കർമ്മ പദ്ധതിയാണ് കൊടുത്തിരിക്കുന്നത്. 100 ദിന കർമ്മ പദ്ധതി എന്നുള്ളത് പറയുമ്പോൾ ഇത് എത്തും, തദ്ദേശ തിരഞ്ഞെടുപ്പ് എത്തും. ഇനിയിപ്പോൾ 3 മാസമേ ഉള്ളൂ ബാക്കി. 3 മാസം എന്ന് പറയുമ്പോൾ ആയിക്കഴിഞ്ഞു. 100 ദിന കർമ്മ പദ്ധതികളിലേക്ക് അത് പൂർത്തീകരിക്കേണ്ട സമയം അവിടെ തീരുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ആകും. ഇതിനകത്ത് അമിത്ഷാ എടുത്തു പറയുന്ന കാര്യം, ഇവിടെയാണ് വിജയം ഉണ്ടാകേണ്ടത്. അവരണികളോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള അവർക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പം അതിന് സമയമായില്ല, ഇത് കഴിയട്ടെ. പക്ഷെ പാർട്ടിയുടെ പിന്നാമ്പുറത്തത് ചർച്ചയും അണിയറയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വേണ്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടിത്തട്ട് ഉറപ്പിക്കുക. അവിടെ ബി.ജെ.പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക. പഞ്ചായത്ത് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ബി.ജെ.പിക്ക് അനുകൂലമായ രീതിയിൽ മാറുമ്പോൾ അതൊരു തരംഗമായിട്ട് നിൽക്കും. അപ്പോൾ ഉടനെ 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തരംഗം കൂടുതൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. അതൊരു വലിയ മാറ്റമാണത്. കാരണം ഈ ബി.ജെ.പിക്ക് ഇത്തരത്തിൽ താഴെ തട്ടിൽ നല്ല സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ RSSും ബന്ധപ്പെട്ട് പല ശാഖകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പിന്നെ അതുപോലെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഈ ഓരോ പഞ്ചായത്തിനും ഓരോ പ്രകടന പത്രിക തയ്യാറാക്കുക എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഓരോ പഞ്ചായത്തിൻ്റെ ആവശ്യം വ്യത്യസ്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പഞ്ചായത്ത്, ഇനി വയനാട് ജില്ലയിലുള്ള ഒരു പഞ്ചായത്ത്, ഇവരുടെ 2 പേരുടെയും ആവശ്യം വ്യത്യസ്തമാണ്. ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ലയാണ്. അവിടെ ആ പഞ്ചായത്തിലുള്ളവർക്ക് ചിലപ്പോൾ വേണ്ടത്, അവർക്ക് ബോട്ട് സർവീസ് വേണം, അല്ലേ? പിന്നെ മഴക്കാലമാകുമ്പോൾ അവർക്ക് ഈ വെള്ളം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ കുടിവെള്ള പ്രശ്നം അവർക്ക് രൂക്ഷമാണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത്, അത് പരിഹരിക്കണം. ഇനി വയനാട് ജില്ലയിൽ വരുന്ന ഒരു പഞ്ചായത്തിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ അവർക്ക് വന്യജീവി പ്രശ്നമാണ്, പിന്നെ മലയിടിച്ചിൽ പോലുള്ള വലിയ ദുരന്തങ്ങൾ, അതിനെ അഭിമുഖീകരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കൃഷിക്ക് വേണ്ടതായ കാര്യം ചെയ്യാൻ കഴിയുന്നില്ല ഈ വന്യമൃഗശല്യം കാരണം. അപ്പോൾ ഈ രണ്ട് പ്രശ്നമല്ലേ. അപ്പോൾ അത്തരത്തിൽ പ്രകടന പത്രിക തയ്യാറാക്കണം. ഇനിയിപ്പോൾ നമ്മൾ വേറൊരിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ, തൃശ്ശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ വന്നാൽ അവർക്ക് വേറൊരു തരത്തിലാണ്. അത് നല്ല ഒരു രീതിയാണ്. അപ്പോൾ ആ പ്രകടന പത്രിക ഓരോ പഞ്ചായത്തിനും തയ്യാറാക്കണമെങ്കിൽ പ്രാദേശിക ബന്ധമാണ് വലുത്. അവർക്ക് തന്നെ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ്, അവിടെ ഉള്ളവരെ ഇരുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടാണല്ലോ ഈ ഓരോ മണ്ഡലത്തിലും മത്സരിക്കേണ്ടവരുടെ നിയമസഭയിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഔദ്യോഗികമായിട്ട് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ ബി.ജെ.പി ഇത് കണ്ടിട്ടുണ്ട്. അവർ മണ്ഡലത്തിൽ പോയി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊള്ളുക, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലാക്കാക്കി പ്രവർത്തിക്കുക. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ സംവദിക്കാം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാം. ഇത് ജനകീയ വിഷയമാക്കി ഉയർത്തിക്കാട്ടാം.
ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ എത്ര പഞ്ചായത്തുണ്ട്, ആ പഞ്ചായത്തുകളുടെ എല്ലാം പ്രശ്നങ്ങൾ പലതായിരിക്കും. ഇവർക്കെല്ലാവർക്കും കൂടി വേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. അപ്പം ഇത് കൂടുതൽ, ഇതാണ് അടിത്തട്ടിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. കറക്റ്റാണ് അവരുടെ ആ ഒരു പിന്നെ ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മാനേജ്മെന്റ് കറക്റ്റായിട്ടാണ് പോകുന്നത്. പണ്ട് അങ്ങനെയല്ലല്ലോ, ഒരു കാടിളക്കി അങ്ങൊരു പ്രചാരണം നടത്തിപ്പോകുന്നു. ജനറലായിട്ട് കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളെയും ഇന്ന രീതിയിൽ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ പല പഞ്ചായത്തുകളിലും ഈ LDF വന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാ പഞ്ചായത്തിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാകും, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവരും. അവരതൊന്നും ചെയ്തൊന്നുമില്ല, ഓരോ പഞ്ചായത്തുകളിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ തിരുവനന്തപുരത്തിന്റെ ഇങ്ങ് തെക്കോട്ട് നെയ്യാറ്റിൻകര ആ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തിലും ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇപ്പൊ അരുവിപ്പുറം പോലുള്ളൊരു ഭാഗം അല്ലെ, അമ്പൂരി പോലുള്ള ഒരു ഭാഗം, അവിടങ്ങളിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാം. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയില്, വയനാട്ടിലെ ഓരോ പഞ്ചായത്തിനും ഓരോ തരത്തിലുള്ള ടൂറിസം സാധ്യതകൾ. എല്ലാ തന്ത്രങ്ങളും അമിത്ഷാ ഇത്തരം ഇവർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും ഇവിടെ പാർട്ടി പ്രവർത്തകർ വിഭാഗീയതയും ഗ്രൂപ്പിസവും എല്ലാം മറന്ന് പ്രവർത്തിക്കുന്നു. ആ വിഭാഗീയത അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത്. എന്നിട്ടും അവിടെ എവിടെയും തല പൊക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് വലിയ അവർക്ക് തന്നെ വിഭാഗീയതയുമായിട്ട് വരുന്നവർക്ക് അത് അവസാനത്തെ വിഭാഗീയതയായിരിക്കും എന്നുള്ളതാണ്. കാരണം 26-ൽ ഇവർക്ക് വലിയ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, സീറ്റൊന്നുമില്ലാതെ ഇനി ഇവിടെ ആളായി നടക്കാൻ അനുവദിക്കത്തില്ല. സീറ്റെന്ന് ഈ വോട്ട് വീത വർധനമൊക്കെ പോയി, അതില്ല, ആ പരിപാടി ഇല്ല. അതങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ പറയണമെന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഇത് മുമ്പ് വരെ നമ്മൾ കേട്ടത് എന്താ, വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു, 14% നിന്ന് 16%. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇനി അത് നടക്കില്ല. ഇനിയും റിസൾട്ടാണ്, സീറ്റാണ്. പഞ്ചായത്തിലായാലും അവർ പറയുന്നുണ്ടല്ലേ, പിന്നെ 2 കോർപ്പറേഷൻ, 15 മുനിസിപ്പാലിറ്റി, പിന്നെ എത്രയോ വാർഡുകൾ പിടിച്ചെടുക്കണം. ഓരോ വാർഡിന്റെയും സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് ഈ ഇത്ര വാർഡുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയോ പഞ്ചായത്തുകൾ നേടണം. ഇപ്പൊ പലയിടങ്ങളിലും ചില മുനിസിപ്പാലിറ്റി കയ്യെത്തും ദൂരത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലോ, വർക്കലയിലും കൊടുങ്ങല്ലൂരിലും ഒക്കെ, പന്തളവും പാലക്കാടും ഒക്കെ ഉണ്ട്, നിലവിൽ കയ്യിലിരിക്കുകയാണ്. അത് നിലനിർത്തണം, പുതുതായിട്ട് ഉണ്ടാകണം, പഞ്ചായത്തുകൾ ഉണ്ടാകണം. അപ്പൊ ഇത് വലിയ അടിത്തറയാണ്. ആ വിഭാഗീയതയിൽ പോയി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പില് വലിയ തിരിച്ചടി ഉണ്ടാക്കിയാൽ അത് കേന്ദ്രം നടപടിയെടുക്കുമെന്നുള്ള രീതിയിലാണ്. ഇതുവരെ അങ്ങനെ കേന്ദ്രം നടപടിയൊന്നും എടുത്തിട്ടില്ല വിഭാഗീയതയുടെ പേരിൽ. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അമിത്ഷാ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അന്ന് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും പരിഗണിക്കില്ലായിരുന്നു. അതെ, അതല്ല, ഇപ്പൊ കേരളം വളരെ ശക്തമായിട്ട് അവർ നോട്ടമിട്ടിരിക്കുകയാണ്, കേരളവും തമിഴ്നാടും. അത് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ അത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരും. നിയമസഭാ തെരഞ്ഞെടുപ്പില് ഭരണത്തിൽ വരില്ല ഇപ്പോൾ, അതിന് സമയം എടുക്കും. പക്ഷെ 26-ൽ ഇവർ നിർണായകമായിട്ട് മാറും എന്നുള്ളതിന്റെ സൂചനയാണ് അമിത്ഷായുടെയൊക്കെ ഈ വരവ് എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.